മഹാരാഷ്ട്രയ്ക്ക് പുറകെ അരുണാചൽ പ്രദേശിൽ നിന്നും അവിടുത്തെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൻ്റെ വോട്ടെണ്ണൽ ഫലം പുറത്തു വരികയാണ്. ഇത് സംബന്ധിച്ച് നമ്മുടെ കേന്ദ്ര മന്ത്രി കിരൺ റിജിജു ആണ് ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് പങ്കുവച്ചത്. അദ്ദേഹം നൽകുന്ന വിവരം അനുസരിച്ച് BJP ഏതാണ്ട് 170 മുനിസിപ്പൽ സീറ്റുകളിൽ മുന്നിട്ട് നിൽക്കുന്നു. NDAക്ക് അല്ലാതെ 68 സീറ്റുകളുണ്ട്. ആകെ 245 സീറ്റുകളാണുള്ളത്. അതിൽ 238 ഇടത്തും BJP നേതൃത്വം നൽകുന്ന NDAയും BJPയും തന്നെയാണ് മുന്നിട്ട് നിൽക്കുന്നത്. അതുപോലെ ഗ്രാമപഞ്ചായത്തുകളിൽ ആകെ 8161 സീറ്റുകളുണ്ട്. അതിൽ BJP മാത്രം 6085 സീറ്റുകളിൽ വിജയിച്ചു എന്നാണ് കിരൺ റിജിജു പോസ്റ്റിൽ പറയുന്നത്. NDAക്ക് 1859 സീറ്റുകൾ കിട്ടിയിട്ടുണ്ട്. ഈ NDA എന്ന് ഉദ്ദേശിച്ചത് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് BJP ഇതര NDA കക്ഷികൾ എന്നുള്ളതാണ്. അങ്ങനെ ആകെ 8161 സീറ്റുകളിൽ 7944 സീറ്റുകളിൽ BJP വിജയിച്ചിരിക്കുന്നു. ഇതാണ് അരുണാചൽ പ്രദേശിൽ നിന്നുള്ള കണക്കുകൾ. BJPയുടെ നേതൃത്വത്തിൽ ഇപ്പോൾ അവിടെ അരുണാചൽ ഭരിക്കുന്നത് BJPയുടെ നേതൃത്വത്തിലുള്ള NDA സർക്കാരാണെന്ന് എല്ലാവർക്കും അറിയാം. അവിടുത്തെ മുഖ്യമന്ത്രി പ്രേമ ഖണ്ഡു BJPയുടെ സമുന്നതനായ നേതാവാണ്. ആ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ അരുണാചൽ പ്രദേശിൽ BJP ഒരു വലിയ കുതിച്ചുചാട്ടം തന്നെ നടത്തിയിരിക്കുന്നു എന്ന് വ്യക്തമാണ്. എന്തായാലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കമുള്ളവർ ഈ അരുണാചലിലെ വിജയത്തിൽ വലിയ സന്തോഷം പ്രകടിപ്പിച്ച് വിജയികളെ അഭിനന്ദിച്ചിട്ടുണ്ട്. ഇത് ആത്മനിർഭർ ഭാരതിൻ്റെയും ഉറച്ച നിലപാടുകളുള്ള ഒരു സർക്കാരിൻ്റെയും സർവോപരി ജനകീയ പ്രശ്നങ്ങൾ പരിഹരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന, ജനങ്ങളെ പുരോഗതിയിലേക്ക് നയിക്കുന്ന, വികസനത്തിലേക്ക് നയിക്കുന്ന, സമാധാനവും ശാന്തിയും ഉറപ്പുവരുത്തുന്ന ഒരു സർക്കാരിൻ്റെ കൂടി വിജയമാണ് എന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. എന്തായാലും കഴിഞ്ഞ ദിവസം മഹാരാഷ്ട്രയിൽ നടന്ന മുനിസിപ്പൽ കോർപ്പറേഷനുകളുടെ അടക്കം, അവിടെ മുനിസിപ്പാലിറ്റികളാണ്, മുംബൈ കോർപ്പറേഷൻ അടക്കമുള്ള, മെട്രോ കോർപ്പറേഷൻ അടക്കമുള്ളതിൽ തിരഞ്ഞെടുപ്പ് നടന്നിട്ടില്ല. ഈ മുനിസിപ്പാലിറ്റികളിലേക്ക് നടന്ന തിരഞ്ഞെടുപ്പിൽ ഡിസംബർ 2-നും ഡിസംബർ 19-നും ഒക്കെ ആയിട്ട് നടന്ന തിരഞ്ഞെടുപ്പിൽ BJP നേതൃത്വത്തിലുള്ള മഹായുതി സഖ്യത്തിന് വലിയ വിജയമാണ് നേടാൻ കഴിഞ്ഞത്. ഏതാണ്ട് 249 മുനിസിപ്പാലിറ്റികളിൽ 207 മുനിസിപ്പാലിറ്റികളും BJP നേതൃത്വം നൽകുന്ന സഖ്യം വിജയിച്ചു. എന്നാൽ കോൺഗ്രസ് നേതൃത്വത്തിലുള്ള മുന്നണിക്ക് കേവലം 44 മുനിസിപ്പാലിറ്റികളിൽ മാത്രമാണ് വിജയിക്കാനായത്. ഇത് വളരെ കൃത്യമായി മുംബൈയിലെ ജനം എങ്ങനെയാണ് ചിന്തിക്കുന്നത് എന്ന് വ്യക്തമാക്കുന്നു. ഇനി അവിടെ മുംബൈ കോർപ്പറേഷൻ, അതായത് മെട്രോ സിറ്റിയാണ്, അവിടേക്ക് തിരഞ്ഞെടുപ്പ് നടക്കാനുണ്ട്. അതിൻ്റെ വിശദാംശങ്ങളൊക്കെ പിന്നാലെ വരും. ഇപ്പോൾ മഹാരാഷ്ട്രയ്ക്ക് പുറകെ ഈ അരുണാചലിലും സമാനമായ വിജയം തന്നെ BJP കൈവരിച്ചു, അല്ലെങ്കിൽ BJP നേതൃത്വം നൽകുന്ന NDA മുന്നണി കൈവരിച്ചിട്ടുണ്ട്. ഇനി വോട്ട് ചോരി അടക്കം, ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിലെ ക്രമക്കേടുകൾ അടക്കം എന്തൊക്കെ ആരോപണങ്ങൾ കേൾക്കേണ്ടി വരും എന്നാണ് എനിക്ക് ഇവിടെ ഈ അവസരത്തിൽ പറയാനുള്ളത്. ഒരു കാരണവശാലും കോൺഗ്രസ് തങ്ങൾക്കേറ്റ പരാജയം അംഗീകരിക്കും എന്ന് തോന്നുന്നില്ല. കോൺഗ്രസ് നേതൃത്വം നൽകുന്ന ആ മുന്നണി, അത് മഹാരാഷ്ട്രയിലാകട്ടെ അരുണാചലിലാകട്ടെ, തകർന്നടിഞ്ഞിരിക്കുന്നു. ഈ താഴെത്തട്ടിൽ നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ഒരു പാർട്ടിയുടെ അടിസ്ഥാന കരുത്ത്, അതിൻ്റെ അടിസ്ഥാനത്തിന് എത്ര ബലമുണ്ട്, താഴെത്തട്ടിൽ ആ പാർട്ടി എത്ര പ്രവർത്തിക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ്. വളരെ കൃത്യമായിട്ട് താഴെത്തട്ടിൽ പ്രവർത്തനമില്ലാത്ത ഒരു രാഷ്ട്രീയ കക്ഷിക്ക് ഒരിക്കലും തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് ജയിക്കാൻ കഴിയില്ല എന്ന് വ്യക്തമാണ്. താഴെത്തട്ടിൽ ബൂത്ത് തലത്തിൽ പ്രവർത്തിക്കുന്നവർക്ക് മാത്രമേ അവിടെ വിജയം കൊയ്യാനാകുള്ളൂ. അത് വെറും രാഷ്ട്രീയമല്ല. ജനകീയ ഹിതപരിശോധന ഏറ്റവും നന്നായി നടക്കുന്നത് തദ്ദേശ സ്ഥാപനങ്ങളിലാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം.
അവിടെ കേവല രാഷ്ട്രീയം മാത്രമല്ല ചർച്ച ചെയ്യുന്നത്, സ്ഥാനാർത്ഥിയുടെ മഹിമ, സ്ഥാനാർത്ഥിയുടെ പ്രവർത്തന മികവ്, ആ പാർട്ടി മുന്നോട്ട് വെക്കുന്ന, ആ സ്ഥാനാർത്ഥി ഏതു പാർട്ടിയിൽ നിന്നാണോ മത്സരിക്കുന്നത് ആ പാർട്ടി മുന്നോട്ട് വെക്കുന്ന വികസന അജണ്ട, ഇതെല്ലാം തദ്ദേശ സ്ഥാപനങ്ങളിൽ ഏറ്റവും നന്നായി ചർച്ച ചെയ്യപ്പെടും എന്ന് നമുക്കറിയാം. അങ്ങനെ ചർച്ച ചെയ്യപ്പെട്ട തെരഞ്ഞെടുപ്പിന്റെ ഫലം എന്ന് പറയുന്നത് ഏതൊരു രാഷ്ട്രീയ പാർട്ടിയെയാണോ ജനം വിജയിപ്പിക്കുന്നത് അവർക്ക് അവിടെ കരുത്തുണ്ട്, അവരുടെ പ്രകടന പത്രിക ജനം അംഗീകരിച്ചിരിക്കുന്നു, അവരെ ജനം നെഞ്ചേറ്റിയിരിക്കുന്നു എന്നാണ് അർത്ഥം. ഇനി ആ 5 വർഷം അവസരം കൊടുത്തിട്ട് അവർ അത് പൂർത്തീകരിച്ചില്ലെങ്കിൽ ഒരു ചെറിയ ശതമാനമെങ്കിലും 100% ജനങ്ങളെ സംതൃപ്തിപ്പെടുത്താൻ കഴിയും എന്ന് ആരും അവകാശപ്പെടുന്നില്ല, ജനങ്ങൾ അത് ആഗ്രഹിക്കുന്നുമില്ല. പക്ഷേ 50% വേണ്ടേ? ഒന്ന് വിളിച്ചാൽ ഓടിയെത്തേണ്ടയാളല്ലേ കൗൺസിലർ, ഒന്ന് വിളിച്ചാൽ ഓടിയെത്തേണ്ടയാളല്ലേ പഞ്ചായത്ത് മെമ്പർ? ജനങ്ങളുടെ ദൈനംദിന ജീവിതത്തെ ബാധിക്കുന്ന പ്രശ്നങ്ങളിലെല്ലാം ഇടപെടാൻ കഴിയുന്നവരാണ്, അല്ലെങ്കിൽ ഇടപെടേണ്ടവരാണ്, അതിന് അധികാരപ്പെട്ടവരാണ് ഈ ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പുകളിലൂടെ ജയിച്ചു വരുന്ന കൗൺസിലർമാരും പഞ്ചായത്ത് മെമ്പർമാരും ഒക്കെ. അവിടെ അവർക്ക് ശക്തിയുണ്ടെങ്കിൽ അവർ ജയിച്ചു വന്നാൽ ജനങ്ങൾക്ക് ഹിതകരമായ രീതിയിൽ പ്രവർത്തിക്കും, അത് അവരെ കൂടുതൽ കരുത്തുള്ളവരാക്കും. ഇതിവിടെ അരുണാചൽ പ്രദേശിലും അതുപോലെ തന്നെ മഹാരാഷ്ട്രയിലും നമ്മൾ കണ്ടു. വളരെ കൃത്യമായിട്ട് താഴെത്തട്ടിൽ പ്രവർത്തന മികവുള്ളവരെ ജനം വിജയിപ്പിച്ചു. ശിവസേന ഉദ്ധവ് താക്കറെ വിഭാഗവും NCP ശരത് പവാർ വിഭാഗവുമൊക്കെ വിരലിലെണ്ണാവുന്ന സീറ്റുകൾ കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വന്നിരിക്കുന്നു. അവരുടെ വിജയം കേവലം ചില ഒറ്റയക്ക നമ്പറുകളിൽ ഒതുങ്ങി എന്ന് വേണം പറയാൻ. ആ സ്ഥാനത്തേക്ക് ശിവസേന ഏകനാഥ് ഷിൻഡെ വിഭാഗവും NCPയുടെ അജിത് പവാർ വിഭാഗവും വലിയ നേട്ടമാണ് കൈവരിച്ചത്. BJPക്കൊപ്പം നിന്ന് അവർ തങ്ങളുടെ അടിത്തറ ശക്തിപ്പെടുത്തി മുന്നോട്ട് പോകുന്നു. ദേശീയ രാഷ്ട്രീയം മുന്നിൽ വെച്ചുകൊണ്ട്, വികസന രാഷ്ട്രീയം മുന്നിൽ വെച്ചുകൊണ്ട് ഇവർ പുതിയൊരു ഒരു വികസനത്തിന്റെ പാത തുറക്കുകയാണ്. മഹാരാഷ്ട്രയിൽ നമുക്കറിയാം, ദേവേന്ദ്ര ഫട്നാവിസിന്റെ നേതൃത്വത്തിലുള്ള സർക്കാരാണ് അവിടെ ഭരിക്കുന്നത്. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ വലിയ വികസന പ്രവർത്തനങ്ങൾ മഹാരാഷ്ട്രയിൽ നടക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാം. എന്തായാലും മഹാരാഷ്ട്രയ്ക്ക് പുറകെ അരുണാചലിലും BJPക്ക് മികച്ച വിജയം നേടാനായി. ഇങ്ങ് കേരളത്തിലും BJPയുടെ വിജയത്തെക്കുറിച്ച് നമുക്ക് വലിയ മതിപ്പൊന്നുമില്ലെങ്കിലും ഉത്തരേന്ത്യയിൽ ദേശീയ തലത്തിൽ ഈ തിരുവനന്തപുരത്തെ BJPയുടെ വിജയം, അതുപോലെ തന്നെ കേരളത്തിലെ തദ്ദേശ സ്ഥാപനങ്ങളിൽ LDFിനുണ്ടായ തിരിച്ചടി, UDFിനുണ്ടായ നേട്ടം, BJPയുടെ ക്രമാനുഗതമായ വളർച്ച ഒക്കെ ദേശീയ തലത്തിൽ വലിയ ചർച്ചയായിട്ടുണ്ട്. ദേശീയ മാധ്യമങ്ങളടക്കം ഈ വിഷയം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു കാര്യം ഇതിൽ നിന്ന് വ്യക്തമാണ്, ഇന്ത്യയിൽ BJP എന്ന് പറയുന്നത് ഓർഗാനിക് ഗ്രോത്ത്, ജൈവികമായ വളർച്ചയുള്ള ഒരു പാർട്ടിയാണ് എന്ന് വ്യക്തമായിരിക്കുന്നു. കോൺഗ്രസ് ആകട്ടെ ദേശീയ സ്വഭാവമുള്ള, ദേശീയ തലത്തിൽ നിൽക്കുന്ന, ഏതാണ്ട് ഇന്ത്യയുടെ എല്ലാ ഭാഗത്തും പ്രവർത്തനമുള്ള ഒരു പാർട്ടിയാണെങ്കിലും ജൈവികമായ തളർച്ച കോൺഗ്രസിനെ ബാധിച്ചിരിക്കുന്നു എന്നാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലങ്ങളെല്ലാം തന്നെ സൂചിപ്പിക്കുന്നത്. ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. ഈ മഹാരാഷ്ട്രയിലെയും അരുണാചൽ പ്രദേശിലെയും കേരളത്തിലെയും ഒക്കെ വിജയം BJPയെ സംബന്ധിച്ചിടത്തോളം അവരുടെ അടിത്തറ ബലപ്പെടുത്താനും പാർട്ടി കൂടുതൽ ഉയരങ്ങളിലേക്ക് വളരാനും ഉള്ള കരുത്ത് നൽകുമെന്ന് തീർച്ചയാണ്. പക്ഷേ BJP മറക്കരുത്, ജനഹിതം മാനിച്ചുകൊണ്ട് വേണം മുന്നോട്ട് പോകാൻ. ജനങ്ങളെ വെറുപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോയാൽ ഇന്ന് കേരളത്തിലെ LDF സർക്കാർ നേരിട്ട് കൊണ്ടിരിക്കുന്ന ഈ പ്രതിസന്ധി നിങ്ങളെയും വിഴുങ്ങും, നിങ്ങളെയും ബാധിക്കും എന്ന് തീർച്ചയാണ്.